നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് ആർട്ടിലൂടെ തന്നെ നല്ലൊരു ഇൻകം ക്രിയേറ്റ് ചെയ്യാനും അതിലൂടെ തന്നെ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാനും പറ്റിയിട്ടുള്ള മറ്റൊരു ആർട്ടിസ്റ്റിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ആർട്ടിസ്റ്റ് വിമൽ. ഹായ്. ഹായ് വിമൽ. ഹായ്. ഹായ്. ഓക്കെ. ആഹ് വിമൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എന്താ ചെയ്യുന്നത്, എവിടെ നിന്നാ വരുന്നത്? ഞാൻ ഒന്ന് എൻ്റെ പറയാം. പേര് വിമൽ എന്നാണ്. ഞാൻ വടക്കഞ്ചേരി, പാലക്കാട് വടക്കഞ്ചേരി എന്നാണ് വരുന്നത്. അവിടെ വണ്ടാഴി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. സോ പാട്ടിലൂടെ കഴിഞ്ഞ മാസം നല്ലൊരു ഏണിങ്സ് ഉണ്ടായിട്ടുണ്ട്. മീൻസ് 3 മാസത്തിൻ്റെ ഇടയിൽ നമ്മൾ 1 lakh ഇപ്പോൾ നമ്മൾ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഇതിപ്പോൾ വിവിനേട്ടൻ്റെ ഈ ഒരു പാക്കിംഗ് പറഞ്ഞ സെക്ഷൻ മാത്രമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കൊരു സ്ട്രൈക്ക് ആയത്. നമ്മൾ പാക്കിംഗ് ചെയ്യുന്ന വിധവും നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഡ്രോയിങ് മാത്രം നമ്മൾ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. സോ ഡ്രോയിങ് നമ്മൾ അങ്ങനെയല്ല, ഡ്രോയിങ് നമ്മൾ മാക്സിമം നമ്മൾ ചെയ്ത ശേഷം കൊടുക്കുന്നതും നമ്മൾ അവർക്ക് ചെയ്യുന്നതല്ലാതും നമ്മൾ പ്രൊഫഷണലായിട്ട്. സോ നമ്മൾ പോപ്പപ്പ് ക്യൂബ്സ്, അതായത് നമ്മൾ പോപ്പപ്പ് ക്യൂബ്സ് വെച്ച ശേഷമാണ് നമ്മൾ പാക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിത്ത് പൂമ്പാറ്റ, ബട്ടർഫ്ലൈ, ഇതൊക്കെ നമുക്ക് യൂട്യൂബിലൂടെ നോക്കി നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, നമ്മൾ പറഞ്ഞതിൽ പല കാര്യങ്ങളിലും വളരെ ചെറിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഈ ഒരു പാക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു പാക്കിംഗ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ബാക്കിയുള്ളവരുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എത്രത്തോളം നന്നായിട്ട് ഡ്രോയിങ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതിനെ പോലെ തന്നെ അത് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? അതിലൂടെയാണ് കുറെ അധികം വർക്കുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതെ, അതെ. ഇതിപ്പോ നമ്മൾ ആർട്ടിലൂടെ വരയ്ക്കുമ്പോൾ നമ്മൾ ആ ആർട്ടിന്റെ ആ വരയ്ക്കുന്ന ആൾക്ക് മാത്രമാണ് അതിന്റെ ഒരു ഫുൾ ബെനിഫിറ്റ് അവിടെ കിട്ടുന്നത്. വിത്ത് നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക്, മീൻസ് നമ്മൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണെന്നുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 10 പേര് ഫ്രണ്ട്സ് എന്തായാലും ചുറ്റും ഉണ്ടാവും. അപ്പൊ അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കും കൂടി എക്സൈറ്റ്മെന്റ് ആവാൻ വേണ്ടിയിട്ടാണ് ആ പോപ്പപ്പ് ക്യൂബ്സ് അത് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. വിത്ത് പൂമ്പാറ്റയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ചുറ്റുമുള്ളവർക്കും കൂടി ഒരു താല്പര്യം വരും. ആ 10 പേരോളം ചുറ്റും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഓർഡർ തരാൻ അപ്പൊ തന്നെ ഒരു നല്ലൊരു ഇൻകം അവിടെ തന്നെ, മീൻസ് എല്ലാതും ഒരു നല്ല, മീൻസ് പാക്കിങ്ങിന് നമുക്ക് അതിൻ്റെതായ ചാർജ് നമുക്ക് മേടിക്കാം. അത് അവര് ഇങ്ങനെ പാക്കിങ് കാണിക്കുമ്പോൾ അവർ കൂടുതൽ നമുക്ക് എക്സൈറ്റഡ് ആവും. അവർ പാക്കിങ് വേറെ എക്സ്ട്രാ എമൗണ്ട് തരാൻ തയ്യാറാവുകയാണ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിലൂടെ നല്ലൊരു വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വിത്ത് നമ്മളൊരു അക്രിലിക് പെയിന്റിങ് ഉണ്ടായിരുന്നു. അക്രിലിക് പെയിന്റിങ് നമുക്കൊരു 64,000 രൂപേന്റെ ഒരു പെയിന്റിങ്സ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിലേക്ക്. അതും ഇതേപോലെ നല്ലപോലെ പാക്ക് ചെയ്ത് നല്ല ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിലൂടെ തന്നെ നല്ലൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓക്കെ, നമ്മുടെ ഈ കമ്പനിയിലൂടെ ജോയിൻ ചെയ്തിട്ട് ഒരു 3 months അറൗണ്ട് ആയിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് ടോട്ടലി ഈ ഒരു 3 മാസം കൊണ്ട് എത്ര എമൗണ്ട് ആർട്ടിലൂടെ ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്? ഇപ്പോ ഫസ്റ്റ് മന്ത് തന്നെ എനിക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം ശ്രദ്ധിച്ചപ്പോൾ തന്നെ. പിന്നെ സെക്കൻഡ് മന്ത് ആണ് ഒരു 50K എബോ ആയത്. മീൻസ് ഒരു അക്രിലിക് പെയിന്റിങ് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. മീൻസ് അക്രിലിക് പെയിന്റിങ് ഇപ്പോഴും വന്ന് കിടക്കുന്നുണ്ട്. ഇപ്പോഴും 2 ഫോട്ടോസ് ചെയ്യാൻ വന്ന് കിടക്കുന്നുണ്ട് ഫോട്ടോസ്. പിന്നെ മീൻസ് ആ പൈസേനെ വീണ്ടും നമ്മൾ ഇതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാണ്, മീൻസ് പെയിന്റ് മേടിക്കാനും തന്നെ. പിന്നെ നമ്മൾ ഫുള്ളി നമ്മൾ ആർട്ടിന്റെ രീതിയിൽ നമ്മൾ മൂവ് ചെയ്യണം. ഒരു ഷർട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പ്ലെയിൻ ഷർട്ട് എടുക്കുക, എന്നിട്ട് നമ്മൾ തന്നെ വരച്ച് നമ്മൾ തന്നെ ഒരു ഡിസൈൻസ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിലൂടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എവിടേക്ക് പോവാണെങ്കിൽ നമുക്ക് അത് ചോദ്യം, അപ്പൊ ഒരു പുതിയ ഒരാളെ പരിചയപ്പെടുമ്പോഴും നമുക്ക് അത് ഉണ്ടാവും. മീൻസ് ഇത് ഞാൻ തന്നെയാണ് ചെയ്തത് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു എക്സൈറ്റ്മെന്റ് ആണ്. വിത്ത് അവരും കൂടി അതൊരു വർക്ക് തരാനുള്ള ചാൻസ് ഇഷ്ടം പോലെയാണ്, കൂടുതലാണ്. അതെ, നമുക്ക് എല്ലാ ഏരിയയിലും ആ ഒരു പോസിബിലിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി. എനിക്ക് കമ്പനിയിലൂടെ ജോയിൻ ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, റെയിൽവേയിൽ ഒരു ജോബ് കിട്ടിയിട്ടുണ്ട്, നോർത്ത് ഇന്ത്യയിൽ എങ്ങാണ്ടാണ്. അപ്പോൾ അതിനൊട്ടും താല്പര്യമില്ല, അവിടെ പോയി കഴിഞ്ഞാൽ എത്രത്തോളം വരയ്ക്കാനായിട്ട് പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് ആ ഒരു ജോബ് റിസൈൻ ചെയ്തിട്ടാണ്, ആ റെയിൽവേയിലുള്ള ജോബ് റിസൈൻ ചെയ്തിട്ടാണ് പിന്നെ ആർട്ട് എന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? എന്താ വെച്ചാൽ അത് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. മീൻസ് നമ്മൾ ഒരു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് ദിവസം ഒഴിവുണ്ട്, അപ്പൊ ആ ഒഴിവ് സമയങ്ങളിൽ നമുക്ക് വരയ്ക്കാലോ എന്നുള്ള രീതിയിലാണ് പോയത്. ജസ്റ്റ് ഹൈദരാബാദ് പോയി ഞാൻ അവിടെ പോയി മീൻസ് ജോലിയൊക്കെ നോക്കി. ഒരു ദിവസം ഞാൻ ജോയിൻ ചെയ്തു, പക്ഷെ എനിക്ക് അവിടെ ഒട്ടും ഞാനൊരു കംഫർട്ട് ആയിരുന്നില്ല. മീൻസ് അതേപോലെ നമ്മളൊരു സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. പിന്നീട് എനിക്കത് വേണ്ടാന്ന് തോന്നിയിട്ട് ഞാനത് തിരിച്ചു വരിക ചെയ്തു. പിന്നെ ആർട്ട് തന്നെ അപ്പൊ തന്നെ എനിക്ക് 2-3 ഓർഡർ അവിടെ നിന്ന് തന്നെ കിട്ടി. മീൻസ് ഞാൻ ഇങ്ങനെ ഹൈദരാബാദിൽ നിന്ന് തന്നെ 2 ഓർഡർ എനിക്ക് അവിടെ നിന്ന് തന്നെ പിടിച്ചെടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ തിരിച്ചു വന്നതും ആ ഓർഡർ ചെയ്തിട്ട് അവർക്ക് പാഴ്സൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്.
അങ്ങനെ ഞാനത് യൂട്ടിലൈസ് ചെയ്തു. ഓക്കെ, ഈ ഒരു നമ്മളിപ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്താണ് വലിയ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. ആ ഒരു പാക്കിംഗ് പ്രോസസ്സിലൂടെ ഒത്തിരി വർക്കുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പാക്കിംഗ് പ്രോസസ്സ് ഒന്ന് കംപ്ലീറ്റ്ലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എങ്ങനെയായിരുന്നു അത് കംപ്ലീറ്റ്ലി ഒരു സ്റ്റാർട്ടിംഗ് ടു എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മള് ഡ്രോയിങ് വരച്ച ശേഷം നമ്മള് മീൻസ് തെർമോകോൾ സ്പോഞ്ച് കൊണ്ട് നമ്മൾ ഫുള്ള് കവർ ചെയ്ത ശേഷം നമ്മൾ അതിന്റെ മേലെയാണ് നമ്മൾ ഈ പോപ്പ് ക്യൂബ്സ് എന്ന് പറയും. മീൻസ് യൂട്യൂബിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പോപ്പ് ക്യൂബ്സ് നമുക്ക് കിട്ടും. ആ പോപ്പ് ക്യൂബ്സ് നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മളത് ഉണ്ടാക്കാം, പിന്നെ ഉണ്ടാക്കുന്ന അവരുണ്ട്, നമുക്ക് തന്നെ അത് ഉണ്ടാക്കാവുന്നുള്ളൂ. ഒരു 10-20 നമ്മൾ ക്യൂബ്സ് നമ്മൾ ഉണ്ടാക്കണം. ഉണ്ടാക്കിയ ശേഷം അത് നമ്മളിങ്ങനെ അതില് ഈ അതായത് നമ്മളെ വരച്ച് വെക്കുന്ന ഈ ഫ്രെയിമിനെ മേലെ വെക്കാൻ പറ്റും. അപ്പോൾ അത് വെച്ച ശേഷം അതിന്റെ സൈഡിൽ തന്നെ നമ്മൾ പൂമ്പാറ്റ മീൻസ് റബ്ബർ ബാൻഡ് കൊണ്ട് പൂമ്പാറ്റ ഉണ്ടാക്കുന്ന ഒരു അത് നമ്മൾ യൂട്യൂബിൽ തന്നെ നമുക്ക് കിട്ടും. അതും ഇതേപോലെ നമ്മൾ പൂമ്പാറ്റ ഉണ്ടാക്കിയ ശേഷം അത് റബ്ബർ ബാൻഡ് കൊണ്ട് ഉണ്ടാക്കുന്നത്, റൗണ്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ ഫിറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാതും ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മളൊരു ഔട്ടർ ലെയർ മീൻസ് ഔട്ടറിലായിട്ട് വീണ്ടും ഒരു ലെയർ നമ്മൾ ചെയ്യണം. ഒന്നില്ലെങ്കിൽ അത് പ്ലെയിൻ കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യാം, മീൻസ് ബ്ലാക്ക് യൂസ് ചെയ്യാം. ബ്ലാക്കിൽ നമ്മൾ ഈ ഗിഫ്റ്റ് ബോക്സ് ഇങ്ങനെ പാക്ക് ചെയ്ത് ഈ വെള്ള നൂലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഇതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണം കൂടി ഉണ്ട്. നമ്മൾ പാഴ്സൽ അയക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മള് ഓരോരുത്തർക്ക് പാഴ്സൽ അയക്കുക അല്ലെങ്കിൽ മറ്റേ വെളിയിലേക്കൊക്കെ നമ്മൾ പാഴ്സൽ അയക്കുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി കെയർ ആയിട്ടും അവര് കൊണ്ടുപോകും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ പ്രൊഫഷണൽ പാക്കിംഗ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര് ഈ മീൻസ് പാഴ്സൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ വലിച്ചെറിയുന്ന ഒരു ടൈപ്പാണ്. മീൻസ് നമ്മളിപ്പോ ഗ്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ ലാമിനേഷനൊക്കെ ആയിരിക്കും ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. പക്ഷെ തെർമോക്കോളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ പാക്ക് ചെയ്യുക. പക്ഷെ നമ്മളിത് വലിച്ചെറിയുമ്പോൾ അവര് അത് നോക്കില്ല. മീൻസ് നമ്മൾ ഇങ്ങനെ ഒരു പാക്കിങ് നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ല ഭംഗിയിൽ നമ്മൾ പാക്ക് ചെയ്യുകയാണെങ്കിൽ അവരത് സൂക്ഷിച്ച് കൊണ്ടുപോകുന്ന ഒരു ഇതും കൂടി നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ നമ്മൾ പാക്ക് ചെയ്യണം. പാക്കിംഗ് പ്രോസസ്സ് നമ്മൾ യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. അപ്പൊ അതേപോലെ നമ്മൾ പ്രൊസീജിയർ ചെയ്യേണ്ടി വരും. അതാണ് നമുക്ക് നല്ലത്. നമ്മളിപ്പോ ഒരാള് ആ ഒരു ഡ്രോയിങ് കാണുന്ന എക്സൈറ്റ്മെന്റോട് കൂടെ തന്നെ ആ ഒരു പാക്കിംഗ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ആ ഒരു ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ഒത്തിരി ക്യൂബുകൾ ചാടി വരും, കുറെ പൂമ്പാറ്റകൾ പറന്നു പോകുന്ന പോലെയൊക്കെ വരുന്ന സമയത്ത് അത് ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കും അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആവും. അങ്ങനെ ആ കാണുന്ന നിൽക്കുന്നവരും ബാക്കിയുള്ളവരും എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ഗുഡ്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു മാർക്കറ്റിംഗ് കാര്യങ്ങളും കൂടുതലായിട്ട് ഇംപ്രൂവ്മെന്റ് ചെയ്തുകൊണ്ട് ഇത് കൂടുതൽ പേരിലോട്ട് എത്തിച്ചുകൊണ്ട് ഇനിയും നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു.